കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ നടന്ന ഒരു തട്ടിക്കൊണ്ടുപോകൽ കഥയുടെ പിന്നാമ്പുറത്ത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് താഴെ കമന്റ് വന്നത് ചില ആളുകൾ എന്നെ അങ്ങ് ഏറി കയറ്റാനായിട്ട് കുറെയൊക്കെ ശ്രമിച്ചായിരുന്നു. അങ്ങനെയുള്ളവര് ഈ ഒരു വോയിസ് ക്ലിപ്പ് ആദ്യം ഒന്ന് കേൾക്കുക. അതിനുശേഷം ഞാനൊരു ന്യൂസിന്റെ ഒരു ക്ലിപ്പും കൂടെ വെക്കും. അതും കൂടെ കണ്ടേച്ചേ പോകാവുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദുബായ് ധൈര്യം എന്താ പറയുക, അവൻ്റെ ബ്രദർ അജു ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇവിടെ മൊത്തത്തിലുള്ള ടോക്ക് നടക്കുന്നത്. എന്താ പറയുക, 10 ലക്ഷം ദിർഹംസുമായിട്ട് മുങ്ങിയതാണ്. എൻ്റെ ഏട്ടൻ്റെ പേര് അജു എന്നാണ്. ചക്കാരക്കൽ അവിടെ ആണ് അവൻ്റെ വീട് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയ കേസ്. അതിവിടെ ഉള്ള കുറേ ആൾക്കാരെ പൈസ ആയിട്ട് അവന് മുങ്ങിയതാണ് കേസ്. ഞാനിവിടെ ധൈര്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മൊത്തമുള്ള ടോക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പോകുമ്പോൾ ഞാനൊരു എന്താ പറയുക താമരശ്ശേരിക്കാരനാണ്. അപ്പോൾ മൊത്തമുള്ള ടോക്കിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. എന്താ പറയുക, അവനിവിടുന്ന് പൈസയായിട്ട് കുറേ ആൾക്കാരെ പൈസയായിട്ട് മുങ്ങി ഞാൻ എന്താ പറയുക അവൻ്റെ നാട്ടിലേക്ക് പോയതാണ്, അവൻ്റെ പുരക്കാരെ കൊത്ത് കളിച്ചതാണ് എന്നുള്ള എന്താ പറയുക ടോക്കാണ്. ഞാൻ ഇവിടുത്തെ ധൈര്യ ടോക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക സംസാരിക്കുന്നത് വെച്ചാൽ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഏട്ടൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചറിയാലേ, അവൻ്റെ ഏട്ടൻ എന്താ പറയുക ഇവിടെ ഏകദേശം 10 ലക്ഷം ദിർഹംസ്. 10 ലക്ഷം ദിർഹംസ് അറിയുമ്പോൾ 2.5 CR ആയി. അത്രയും എമൗണ്ട് INR ആയിട്ട് അവന് ഇവിടുന്ന് സ്കിപ്പായതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അങ്ങനെ അറിഞ്ഞതാണ് അവൻ്റെ അഞ്ചനാണ് കൊണ്ടുപോയത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. ഇവരെയാണ് കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ആദ്യം ബൈക്കിലുള്ളവരാണ് വീട്ടിലെത്തിയതെന്നും കുടുംബം മൊഴി നൽകിയിരുന്നു. ഇവരെയാണ് കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾ തട്ടിക്കൊണ്ടുപോയ അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. എന്നാ പിന്നെ ബൈ.